വീണ്ടും ആണവ കേന്ദ്രങ്ങൾ പുനർനിർമ്മിക്കാനുള്ള പദ്ധതികളും തന്ത്രങ്ങളും മെനയുന്ന ഇറാന് വ്യക്തമായ മുന്നറിയിപ്പ് നൽകി ഇസ്രായേൽ. നഷ്ടമായ സമ്പുഷ്ടീകരിച്ച യുറേനിയം വീണ്ടെടുക്കാൻ ഇറാൻ ശ്രമം നടത്തിവരികയാണ്. ഈ പശ്ചാത്തലത്തിൽ ഇസ്രായേൽ ഉദ്യോഗസ്ഥൻ പറയുന്നതനുസരിച്ച് ഇറാൻ നിഷ്പ്രയാസം അത് വീണ്ടെടുക്കാൻ കഴിയുമെന്നാണ്. എന്നാൽ അങ്ങനെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ നാശത്തിലേക്കാണ് ഇത് കൊണ്ടുചെന്ന് എത്തിക്കുക എന്ന ശക്തമായ മുന്നറിയിപ്പാണ് ഇദ്ദേഹം നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന വാർത്തകളിൽ 400 കിലോഗ്രാം യുറേനിയം ഇറാൻ നീക്കം ചെയ്യാൻ കഴിഞ്ഞില്ല എന്നതായിരുന്നു വാർത്ത. മാത്രമല്ല, ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് അടക്കം സമാനമായ മുന്നറിയിപ്പ് തന്നെയാണ് ഇറാന് നൽകിയിരിക്കുന്നത്. ഇതോടെ ഇറാൻ വീണ്ടും സ്വയം ദുരന്തങ്ങൾ വിളിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത് എന്ന വിലയിരുത്തലുകളാണ് പുറത്തുവരുന്നത്. അമേരിക്ക ആക്രമണം നടത്തിയെങ്കിലും ഇസ്ഫഹാൻ ആണവ കേന്ദ്രത്തിലെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാന് വീണ്ടെടുക്കാൻ സാധിക്കുമെന്ന വിലയിരുത്തൽ ഒരിക്കൽ കൂടി ഇസ്രായേലിൽ കോളിളക്കം സൃഷ്ടിച്ചിട്ടില്ല എന്നാണ് മറ്റൊരു വസ്തുത. മറിച്ച് ഇറാന്റെ നാശമായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്നാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത്. വാഷിംഗ്ടണിൽ US മാധ്യമ പ്രവർത്തകരോട് ഒരു മുതിർന്ന ഇസ്രായേൽ ഉദ്യോഗസ്ഥനാണ് ഈ പ്രതികരണം നടത്തിയിരിക്കുന്നത്. എന്നാൽ യുറേനിയം വീണ്ടെടുക്കാനുള്ള ശ്രമം നടത്തിയാൽ ആക്രമിക്കുമെന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകിയിട്ടുണ്ട്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളായ നാദൻസ്, ഇസ്ഫഹാൻ, ഫോർദോ എന്നിവിടങ്ങളിലാണ് അമേരിക്കൻ വ്യോമസേന വ്യോമാക്രമണം നടത്തിയത്. B-2 സ്റ്റെൽത്ത് സ്പിരിറ്റ് ബോംബർ വിമാനങ്ങൾ ആണവ നിലയങ്ങളിൽ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഇടയാക്കിയിരുന്നു. അതുപോലെ അമേരിക്ക ആക്രമിച്ച 3 ആണവ കേന്ദ്രങ്ങളിൽ ഇസ്ഫഹാനിലാണ് ഏറ്റവും കൂടുതൽ സമ്പുഷ്ടീകരിച്ച യുറേനിയം സൂക്ഷിച്ചിരുന്നത് എന്നതാണ് ഇസ്രായേൽ ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്നാൽ ഇറാൻ അത് വീണ്ടെടുക്കുക എന്നത് എളുപ്പമായിരുന്നില്ല. ഇസ്രായേലിന്റെ നിരീക്ഷണമുണ്ട് എന്നും കുഴിച്ചിട്ട യുറേനിയം വീണ്ടെടുക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണെങ്കിൽ പുതിയ ആക്രമണം നടത്താൻ മടിക്കില്ല എന്നും ഇസ്രായേൽ ഉദ്യോഗസ്ഥർ പ്രതികരിച്ചതായും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇന്റലിജൻസ് റിപ്പോർട്ടിന് പിന്നാലെ തന്നെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ ഇസ്രായേൽ തീരുമാനിച്ചിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇറാൻ രഹസ്യമായി തന്നെ ആയുധ നിർമ്മാണം നടത്തുന്നതായ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഇത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ അറിയിച്ചിരിക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ അമേരിക്കയുടെ പങ്കാളിത്തം ഉണ്ടായാലും ഇല്ലെങ്കിലും ആക്രമണത്തിന് തങ്ങൾ ഒരുങ്ങുക തന്നെ ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം ആണവായുധം നിർമ്മിക്കുന്നില്ല എന്നാണ് ഇറാന്റെ പക്കൽ നിന്നുള്ള മറുപടി. എന്നാൽ അമേരിക്കയുടെ ആക്രമണം മുന്നിൽ കണ്ടുകൊണ്ട് ഇറാൻ അവരുടെ ആണവ കേന്ദ്രങ്ങളിൽ നിന്നും 400 കിലോഗ്രാം യുറേനിയം സൂക്ഷിച്ച സ്ഥലത്തേക്ക് മാറ്റിയതായും നേരത്തെ ഇസ്രായേൽ സൈനിക വൃത്തങ്ങൾ വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മാറ്റപ്പെട്ടിരിക്കുന്ന 400 കിലോഗ്രാം യുറേനിയത്തിൽ 60% സമ്പുഷ്ടീകരിച്ചതാണ് എന്നും 90% സമ്പുഷ്ടീകരിച്ച യുറേനിയമാണ് ആണവായുധത്തിനായി ഉപയോഗിക്കുന്നതെന്നുമാണ് ഇസ്രായേൽ സൈനിക വൃത്തങ്ങൾ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.